അനുശ്രീ ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളത്തും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലർട്ട്. അത് മാത്രമല്ല കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും നിലവിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 2 ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതാണ് ഇപ്പോൾ കേരളത്തിൽ ഇത്ര വലിയ രീതിയിൽ തുലാവർഷം ശക്തിപ്പെടാനായിട്ടുള്ള ഒരു കാരണമായി പറയുന്നത്. കേരള കർണാടക തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചുഴി അത് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ന്യൂനമർദ്ദം അതും ഈ ഒരു കേരളത്തിൻ്റെ മഴയെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ 2 ന്യൂനമർദ്ദങ്ങളുടെയും ഒരു സഞ്ചാരം കണക്കാക്കിയിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ മഴ എപ്രകാരം പോകും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്നും കൂടി സംസ്ഥാനത്ത് വളരെ ശക്തമായിട്ടുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള കാറ്റും ഈ മേഖലകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള തീരങ്ങളിൽ ഈ തിരമാലകൾ വളരെ ഉയരത്തിൽ ആഞ്ഞടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നാണ് അറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ ഇടിമിന്നലുള്ളപ്പോൾ നിൽക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഥവാ ഈ മിന്നൽ പെട്ടെന്ന് അവിടെ ഒരു മിന്നൽ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ തുറസായ മേഖലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കെട്ടിടത്തിനകത്തേക്ക് കയറണം എന്നൊരു നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ ആർക്കെങ്കിലും ഇടിമിന്നൽ ഏൽക്കുകയാണെങ്കിൽ വളരെ വേഗം തന്നെ അവർക്ക് മറ്റ് വൈദ്യസഹായം ഉൾപ്പെടെ ലഭ്യമാക്കണം എന്നാണ് നിർദ്ദേശമുള്ളത്. ഈ മഴ അത് ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് തന്നെ തുടരും. എന്നാൽ ഈ സമയം കുറച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇടുക്കിയിലെ പല പ്രധാനപ്പെട്ട ഡാമുകളിലേക്ക് നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ നീരൊഴുക്ക് കുറച്ച് കുറഞ്ഞതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അത് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. എന്നാലും ഇടുക്കിയിൽ ഈ മാസം 23-ാം തീയതി വരെ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23-ാം തീയതി വരെ അവിടെ ശക്തമായിട്ടുള്ള മഴ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവരോട് പ്രത്യേകം ജാഗ്രത പാലിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കൃത്യമായി അനുസരിക്കണം, കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നും അവരോട് അറിയിച്ചിട്ടുണ്ട്. ഡാമുകൾ തുറന്നുവിടുന്ന പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് നദികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ